ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ. ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ കുടിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് പാലപ്പവും കിഴങ്ങാറിയാണ്. ഈ കിഴങ്ങാറിയില്ലേ, സാധാരണ തേങ്ങ അരച്ചുണ്ടാക്കുന്നതല്ല, തേങ്ങ പാൽ വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കിഴങ്ങിൻ്റെ കൂടെ അപ്പമായാലും ഇടിയപ്പമായാലും ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. തേങ്ങ അരച്ച് അമ്മ ഒരു വട്ടം കണ്ട് ഉണ്ടാക്കിയിട്ടുള്ളു, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളു. പിന്നെ ആ ചൂട് പാലപ്പ കിഴങ്ങറി മുക്കി തിന്നുമ്പോൾ പൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡ് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. ഞാൻ ഫുഡൊന്നും വേസ്റ്റ് ആകത്തില്ല. ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഞാൻ ഫുഡ് കഴിക്കും. ഞാനൊരു ഭക്ഷണപ്രിയയാണ് ഗൈസ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പം രാവിലെ 10:30 ആയിരുന്നു ഗൈസ്. ഞാൻ അതിന് മുമ്പ് ബൂസ്റ്റിട്ടൊരു ചായ കുടിച്ചായിരുന്നു. എനിക്ക് ബൂസ്റ്റൊന്നും അത്ര വലിയ നിർബന്ധമൊന്നുമല്ല. എനിക്ക് രാവിലെ ഒരു ചായ കിട്ടിയാൽ മതി. രാവിലെ ചായ എനിക്ക് നിർബന്ധമാണ്. പിന്നെ ബൂസ്റ്റ് ഈ ആഷ്മി ബൂസ്റ്റും ഒന്നുമില്ലാതെ ചായ കുടിക്കത്തില്ല. അപ്പം അമ്മ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഇട്ട് തന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞാനിങ്ങനെ വെളിയിരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ടി വി കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അല്ല, ഞങ്ങളിവിടെ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആ ഫുഡ് കഴിക്കണത്. നല്ല രസമാണ് ഇങ്ങനെ വെളിയിരുന്ന് ഫുഡ് കഴിക്കണതൊക്കെ. പിന്നെ കാക്കയൊക്കെ വന്നിരിക്കുമ്പം അവർക്കും കുറച്ച് പിച്ചിട്ടൊക്കെ കൊടുക്കും. ടോട്ടൽ 2 അപ്പം ഞാൻ കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ വയറൊക്കെ ഫുള്ളായി. അപ്പം ഇന്ന് 12 മണിയായപ്പോൾ ഞങ്ങൾ 2 ക്രീം ബന്നും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ഒന്ന് സ്ട്രോബെറി ഫ്ലേവറും. അപ്പോൾ സ്ട്രോബെറി എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ചോക്ലേറ്റ് അവളെങ്കിൽ തന്നില്ല. അവിടെ ഞാൻ സ്ട്രോബെറി തന്നെ എടുത്ത് പകുതി കഴിച്ച് പകുതി ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്താ പറയുക, 2 പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് ക്രീമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാൻ തോണ്ടിനൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്കത്. കണ്ടോ ഗൈസ്, ആഷ്മിയുടെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റും ഫുള്ള് ചോക്ലേറ്റ് അതിനകത്ത്. പിന്നെ അവളുടെ ഫുള്ളും കഴിക്കുകയും ചെയ്ത് എൻ്റെ പകുതിയും കഴിക്കുക. എനിക്ക് അത്ര സ്ട്രോബെറി അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു പകുതി. ഒരു വീട്ടിലെ മൂത്ത കൊച്ചായതിൻ്റെ കഷ്ടപ്പാട്. അമ്മ എടുത്ത് പറയുമ്പോൾ അമ്മ പറയും, ഞാനാണോ വലുത് അവളാണോ വലുത്, അവളാണോ ചെറുത് ഞാനാണോ ചെറുത്. അങ്ങനെയുള്ള കുറേ ഡയലോഗൊക്കെ അടിച്ച് വിടും. എന്നാൽ അവൾ പകുതി അവളുടേത് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെങ്കിൽ പകുതി തരത്തില്ലായിരുന്നോ? അവൾ തന്നോ? ഇല്ല, അവൾ തന്നില്ല എനിക്കത്. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളം കുടിച്ച് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കണം, ഇഷ്ടംപോലെ കുടിക്കണം, തിളപ്പിച്ചാർച്ച വെള്ളം കുടിക്കണം. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഇന്തോമിൻ്റെ കൂടെ മെട്രോ ലാബ് വരെ പോയി. കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ ഇന്തോമിക്ക് കൂട്ടിന് പോയതാണ് എന്തോ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സമയം 2:30 ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ലാബിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പം ഇവിടെ വന്നിറങ്ങിയപ്പോഴേ ആഷ്മി ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബേക്കറി നോട്ട് ഇട്ട് വെച്ചേക്കും, അവിടെ കയറി എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷാർജ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ കടയിലോട്ട് കയറിയപ്പോൾ നല്ല പെരുമാര കുറച്ച് തണുപ്പൊക്കെ വന്നു. പക്ഷെ തണുപ്പത്തിൽ ഷാർജ കുടിക്കുന്നത് ശരിയല്ലോ. എന്നാലും ഞങ്ങൾ 3 ഷാർജ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ 4 പേർക്ക് കൂടെ 3 ഷാർജയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഒരെണ്ണം ഇന്തോമ്മയ്ക്കും അമ്മയ്ക്കും കൂടെ വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1.5 ഷാർജ കുടിച്ചു എൻ്റെ ഒരു കപ്പാസിറ്റിയെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറി വന്നിരുന്നു. പിന്നെ അവൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു. അവൾക്ക് എന്തോ ചിക്കൻ റോളും ബിസ്കറ്റുണ്ടെന്ന് ലേസും അതും വാങ്ങിച്ച് എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. പക്ഷേ ഞാൻ കാറിൽ വന്നിരുന്നപ്പം എന്നെ എന്തോ അത് വീണ്ടും എനിക്കൊരു ആക്രാന്തിഫിക്കേഷൻ. അപ്പം ഞാൻ അവളോട് പൊട്ടിക്കടി എന്ന് പറഞ്ഞു. അവൾ ആവുന്ന വട്ടം പറഞ്ഞ് അവൾ പൊട്ടിക്കത്തില്ല, പക്ഷെ ഞാൻ അവളെ കൊണ്ട് പൊട്ടിപ്പിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ലേസ് കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പാഷയുടെ കയ്യിൽ ചിക്കൻ റോൾ ഇരിക്കുന്നത് കണ്ട് എനിക്ക് എന്തോ ചിന്തകേടായിരുന്നു. അവിടെ നിന്ന് എനിക്കൂടെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ എനിക്ക് വാങ്ങിച്ചു തന്നെ. പക്ഷേ 1.5 ഷാർജ കുടിച്ച് എൻ്റെ വയറെന്തോ മറ്റടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിക്കൻ റോൾ ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ഇട്ട് കഴിച്ചു. അപ്പോൾ ഗൈസ് അവിടെ ഇരുന്നപ്പോൾ അവരെന്തോ എന്നെ ഒന്ന് കുത്തുന്ന മാതിരി. എനിക്ക് ചോറ് കഴിക്കാത്തതുകൊണ്ടാണെന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ പോയി വിളമ്പി കുറച്ച് ചോറങ്ങ് കഴിച്ചു. എന്താ ചോറില്ലാതെ ഒരു ജീവിതം. എനിക്ക് ചോറില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ഒരിത്. അങ്ങനെ ഞാൻ കുറച്ച് ചോറും രസവും ഓമയ്ക്കാത്തോരനും
മീൻ വറുത്തതും എടുത്ത് ഗൈസ്. ഇന്നലത്തെ രസമായിരുന്നു. മീൻ്റെ പേരെന്തോ ചെങ്കലവയോ അങ്ങനൊരു മീനാണ് അത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രസം ഞങ്ങളുടെ വീട്ടിൽ രസം വെക്കുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ വെക്കുന്നത്. ഇന്നത്തെ രസം ഇന്ന് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിതിനിടയ്ക്ക് ആഷ്മിക്ക് വാരി കൊടുക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന്. പിന്നെ ഞാൻ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ കഴിച്ചത് കൊണ്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കത്തില്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ രാത്രി ഇതേ ചോറ് ഇതേ കറികൾ എല്ലാം ഞാൻ കഴിക്കും. ഇത് തന്നെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇന്ന് എന്തെന്നറിയാത്ത വിശപ്പായിരുന്നു ഗൈസ്. അപ്പോൾ വിചാരിക്കും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തായിരുന്നു. പക്ഷേ അല്ല, ഇന്ന് ഇവിടുന്ന് ഒക്കെ ഫുഡായിരുന്നു. അതൊക്കെ ഞാൻ വാരി വലിച്ചെങ്കിൽ തിന്നുകയും ചെയ്തു. അപ്പോൾ ഗൈസ് ഇനി നാളെ കാണാം. ബൈ ബൈ.